കറുമുറ സൗണ്ട് കണ്ടോ? ഇതിന്റെ മണം മതി ചോറിന്. എമ്മി എമ്മി. വേറെ കറികളൊന്നുമില്ല, മീൻതലയും അച്ചാറും. സന്തോഷം. എല്ലാവർക്കും നമസ്കാരം. മൈ ബേ വൈ കല്യാണി, വൈ അല്ല ബൈ കല്യാണി. അപ്പം മൈ ബേ വൈ കല്യാണിയിലെ കല്യാണിക്കുട്ടി കുറച്ച് നാളുകളായിട്ട് എയറിലാണ്. അതായത് നമ്മൾ സ്വന്തമായിട്ട് മാസമാണെന്ന് നാട്ടുകാരെ അറിയിച്ചും കൊണ്ട് ഒരു ക്ലിനിക്കിനെതിരെ, ട്രിവാൻഡ്രത്തുള്ള ഒരു ക്ലിനിക്കിനെതിരെ ഒരു ആരോപണം എടുത്തിടുന്നു. പിന്നെ അവർ ഡോക്ടേഴ്സും അവിടുത്തെ ഉള്ള എല്ലാവരും കൂടിയൊക്കെ കല്യാണി അങ്ങോട്ട് വലിച്ച് പണ്ടാറങ്ങി എക്സ്പോസ് ആക്കി തുലച്ച് വിട്ടിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നാറി നത്തം കെട്ടിയ കല്യാണിക്ക് പിന്നെ ഒരു അക്ഷരം മിണ്ടാനില്ലാണ്ട് ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇത്രയും നാളുകൾക്ക് ശേഷം. ആ എക്സ്പ്ലനേഷൻ വീഡിയോയിൽ വീണ്ടും മൂഞ്ചി, വീണ്ടും അവർ വലിച്ചൂരി ഒട്ടിച്ച് അടപടലം തേഞ്ഞൊട്ടി എന്ത് ചെയ്യണം ഏത് ചെയ്യണം എന്ന് അറിയാതിരുന്ന കല്യാണി പിന്നെ ഒരു അക്ഷരം മിണ്ടാതിരുന്നു. കേസുമായിട്ട് ഞാൻ മുന്നോട്ട് പോകണം, എനിക്ക് കൂടുതലൊന്നും പറയാൻ പറ്റൂല. ആ ഒരു സെറ്റപ്പിലോട്ട് മാറുകയും തുടർന്ന് കല്യാണിക്ക് എന്ത് ചെയ്യണം ഏത് ചെയ്യണം എന്ന് അറിയാതെ അണ്ണാക്കി പിരിവട്ടിയിരിക്കുന്ന ഒരു സമയമുണ്ടായിരുന്നു. എന്നാൽ അതിനുശേഷം ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് കല്യാണിയുടെ മറ്റ് ഒരു വീഡിയോ വിവാദമാവുകയാണ്. ഞാൻ ആ വീഡിയോ കണ്ട സമയത്ത് ഒരാളെ കോപ്പി അടിക്കുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്ത്. വേറെ ആരുമല്ല, സാറയാണ്. സാറ ടോക്സിലെ സാറെ കോപ്പി അടിക്കുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്ത്. എൻ്റെ റീസൺ, ഈ സാറ എന്ന് വെച്ചാൽ ഒരുപാട് ഫുഡ് കഴിക്കുന്ന ഒരു കുട്ടിയാണ്. ഞാൻ തന്നെ അന്തിച്ചിരുന്ന് പോയിട്ടുണ്ട്. നമ്മളൊക്കെ 7 അയലത്ത് വരൂല. കാരണം എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ വയ്ക്കുന്ന ഫുഡുകളെല്ലാം ക്ലീൻ ചെയ്ത് അടിപൊളിയായിട്ട് ഫുള്ള് കഴിച്ചിട്ട് ഇറങ്ങിപ്പോയി. എന്നാൽ അതിനൊത്ത ആ ഒരു വണ്ണമോ കാര്യങ്ങളോ ഒന്നും ഇല്ല. ഇത്രയും ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ സാധാരണ നല്ല പെരുവിക്കാരണം. അങ്ങനെ വണ്ണമൊന്നും വയ്ക്കുന്നില്ല. ഞാനും എൻ്റെ ബോഡി ലാംഗ്വേജും എത്ര കഴിച്ചാലും നന്നാവത്തില്ല, ഇങ്ങനെ തന്നെ ഇരിക്കും. ആ സെറ്റപ്പാണ്. അപ്പോൾ ചിലർക്ക് അങ്ങനെയാണ്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ സാറ നന്നായിട്ട് ഫുഡ് കഴിക്കുന്നതാണ്. എല്ലാ ഫുഡും കഴിക്കും, എന്ത് കിട്ടിയാലും കഴിക്കുകയും ചെയ്യും, അടിപൊളിയായിട്ട് കഴിക്കുകയും ചെയ്യും. അപ്പോൾ ആ ഒരു സാറ കഴിക്കുമ്പോൾ നമുക്കൊരിക്കലും ഒരു വൾഗറായിട്ട് അല്ലെങ്കിൽ വൃത്തികേടായിട്ടാണ് തോന്നാറില്ല. എങ്കിലും അന്തിച്ചൊക്കെ ഇരുന്ന് പോയിട്ടുണ്ട്, ഇതെങ്ങനെയാണ് ഇതിൻ്റെ ഇത്രയും, അത് ഓക്കെയാണ്. പക്ഷെ നമ്മുടെ കല്യാണി സാറെ കോപ്പി അടിക്കുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്ത്. കാരണം കല്യാണി തിന്നുന്ന തീറ്റി കണ്ടപ്പോൾ ഞാൻ തന്നെ അന്തിച്ചു, ഇതെന്ത് വേണം ഇങ്ങനെ, ഇനി സാറെ കോപ്പി അടിച്ചതാണ് എന്നും എനിക്ക് തോന്നി. എന്തായാലും കല്യാണിയുടെ പുതിയ വീഡിയോയിലോട്ട് നമുക്കൊന്ന് കടക്കാം. ആ വീഡിയോ കണ്ടപ്പോൾ ഞാൻ ചിരിച്ചു, ഇനി നിങ്ങളും ചിരിച്ചോ? ചിരിക്കുന്നത് മാത്രമല്ല, എനിക്ക് ഒരുമാതിരി ഈ ഒരു സെറ്റപ്പൊക്കെ ഫീൽ ചെയ്തു. എന്തായാലും കല്യാണി കുട്ടിയുടെ ആ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ നമുക്ക് മറ്റൊരു വീഡിയോയിൽ നിന്നും തുടങ്ങാം. കല്യാണിയുടെ കഴിക്കുന്ന തമ്മിൽ നിങ്ങൾ കണ്ടല്ലോ, ഇവിടെ ഇരിപ്പുണ്ട് ഷോർട്സിൽ. ഓക്കെ, അപ്പോൾ ആദ്യം വേറൊരു വീഡിയോ കാണാം. ഇന്ന് അപ്പുക്കുട്ടന്റെ സ്കൂളിൽ നമുക്കൊരു കാര്യത്തിന് വേണ്ടി ഇറങ്ങണമായിരുന്നു കേട്ടോ. അമ്മ വീട്ടിൽ വെറുതെ ചുറി കുത്തിയിരിക്കുന്നോണ്ട് ഞാൻ അമ്മയെ പിടിച്ചോണ്ടാണ് ഇറങ്ങുന്നത്. ആ കഫ്താൻ എനിക്ക് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയത്തില്ല, വൈറലായിരുന്നു. ഇപ്പൊ അമ്മയാണ് കേട്ടോ ഇത് മൊത്തം ഇടുന്നത്. നല്ല അതെ അതിൻ്റെ ഇടയിൽ കൂടി പ്രൊമോഷനും കയറ്റുന്നുണ്ട്. ഇതുപോലെ വല്ല ഡ്രസ്സും മണിയൊക്കെ പ്രൊമോട്ട് ചെയ്താൽ വീണ്ടും കുഴപ്പമില്ലെന്ന് പറയും. വല്ല ക്രീമും പ്രൊമോട്ട് ചെയ്ത് തേഞ്ഞൊട്ട്. പിന്നെ ഡ്രസ്സ് പ്രൊമോട്ട് ചെയ്യുന്നതൊക്കെ ഓക്കെയാണ്, പക്ഷെ വല്ല ഉടായ്പ ബൊട്ടിക്കുകളുടെ ഡ്രസ്സൊന്നും പ്രൊമോട്ട് ചെയ്ത് വീണ്ടും നാട്ടുകാരെ തേച്ചൊട്ടിക്കരുത്. പിന്നെ ക്രീമുകൾ തേച്ചൊട്ടിച്ച് നീ തേഞ്ഞൊട്ടി. ഓക്കെ, സുഖമാണ്, കാറ്റ് കയറാൻ വേറെ വഴിയൊന്നും വേണ്ട. അങ്ങനെ പോകുന്ന വഴി നമ്മൾ ഷീലാമയെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഷീലാമയുടെ വീട്ടിലും കയറി സുന്ദരിക്ക് അഭിനയിക്കാൻ അറിയാന്ന് പറഞ്ഞ് അഭിനയിച്ച് കാണിക്കുകയാണ് കേട്ടോ ഈ കാണിക്കുന്നത്. അങ്ങനെ അഭിനയമൊക്കെ കണ്ടിട്ട് ഷീലാമയ്ക്ക് ടാറ്റ പറഞ്ഞിട്ട് നമ്മൾ നേരെ അപ്പുക്കുട്ടന്റെ സ്കൂളിലോട്ട് വിട്ടു. ഇന്ന് രാവിലെ തൊട്ട് നല്ല മഴയായതുകൊണ്ട് വഴിയിലെല്ലാം വെള്ളം കെട്ടി കിടപ്പുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവിടെ ചെന്ന് കഴിഞ്ഞ് കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ പെർമിഷനും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് എന്നത്തെ പോലെ പാട്ടും പാടി തിരിച്ച് വീട്ടിലേക്ക് പോരുന്നു. അപ്പൊ അത്രേ ഉള്ളൂ. ടാറ്റ ബൈ, സീ യു. എന്നത്തെ പോലെ പാട്ടും പാടി നല്ല സന്തോഷത്തോട് വീട്ടിൽ പോകുന്നു. ടാറ്റാ ബൈ ബൈ, സീ യു. ഇതുപോലെ വല്ല വീഡിയോ ഒക്കെ ചെയ്ത് പോകുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. നാട്ടുകാരെ പറ്റിക്കുന്ന ക്രീമുകളും പ്രൊമോട്ട് ചെയ്ത് നാട്ടുകാരെ വായിക്കുന്ന തള്ളക്കുളിയും കേൾക്കാണ്ട് പോകുന്നതായിരിക്കും നല്ലത്. എന്നാൽ ഇതിന് ശേഷം കല്യാണി ഇട്ടിട്ടുള്ള ഒരു വീഡിയോ ആണ് അടുത്ത വിവാദത്തിലേക്ക് മാറിയിരിക്കുന്ന സുഹൃത്തുക്കൾ. ആ വീഡിയോയിലോട്ട് നമുക്കൊന്ന് പോകാം. അങ്ങനെ വഴികളായ റോഡിലൂടെല്ലാം തെറ്റിത്തിരിഞ്ഞ് വന്നിട്ട് നേരെ അടുക്കള പ്ലേറ്റ് എടുത്തോണ്ട് കയറി കേട്ടോ, വല്ലതും തിന്നാനുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അങ്ങനെ തിന്നാനുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് വെറും ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ട് പ്ലേറ്റും എടുത്തുകൊണ്ട് നമ്മുടെ കല്യാണിക്കുട്ടി അങ്ങോട്ട് കയറിയിരിക്കുകയാണ്. പിന്നെ നടന്നത് ചരിത്രമാണ്. ചോറെടുത്ത് കൊള്ളാം. അങ്ങനെ കല്യാണിക്കുട്ടി തിന്നാനായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. മീനെടുക്കുന്നു, കടിച്ച് പറിക്കുന്നു, എന്തോ ഹേടായി. ബാക്കി കാണാം. ഒരൊറ്റ ലെഗ് പീസ് ഉണ്ട്. ഇത് അപ്പൂന് വെച്ചേക്കമ്മ. എന്റെ കാല വെട്ടും എടുത്ത. ഞാൻ നിങ്ങളൊരു കാര്യം കാണിച്ചു തരാവേ. ഇതുണ്ടോ? അയ്യോ തോന്നുന്നു. ഞാൻ കാണിച്ചു തരാം. നമ്മുടെ കടയിൽ നിന്ന് വാങ്ങുന്ന കണ്ണിമാങ്ങ പോലെ അല്ല ഇത്. കണ്ടോളെ. ഇത് കണ്ടപ്പോൾ എനിക്ക് പണ്ട് അഹാന ഓണസദ്യ തിന്ന ഒരു ചരിത്രമാണ് ഓർമ്മ വന്നത്. അഹാന തിന്നുന്ന ഒരു വീഡിയോ ഓർമ്മയില്ലേ? സദ്യയുടെ മുന്നിൽ ഞാൻ പറഞ്ഞ വീഡിയോ
അതൊരു ഇലയൊക്കെ പിടിച്ചിങ്ങനാക്കി ആ ഒരു സെറ്റപ്പ് പിടിക്കുന്നതാണെന്ന് തോന്നുന്നു. അത് വന്ന് അഹാനെ തിന്ന് വെറുപ്പിച്ചായിരുന്നു, സൗണ്ടൊക്കെ എടുത്ത് ഇറപ്പിച്ച് കേൾപ്പിച്ച് അതുപോലൊരു വെറുപ്പിലായിപ്പോയി ഇത്. കുഴപ്പമില്ല, പറ. ആ കറമുറ സൗണ്ട് കേട്ടപ്പോഴാണ് എനിക്ക് കറമുറ എന്ന് വന്നത്. ഓ, മൃണാളേട്ടനാവുന്നതായിരിക്കും ഫുഡ് ബ്ലോഗർ. നീ അതിലോട്ടായിരിക്കും, അടുത്തിന് അതായിരിക്കും അടുത്തോടായിപ്പോട്ട് വരാൻ പോകുന്നത്. മറ്റേ ക്രീമിലെല്ലാം തേച്ചൊട്ടിച്ച് അവസാനം ഡോക്ടറിനെ അവരെ തേച്ചൊട്ടിച്ച് അവരെ തിരിച്ച് തേച്ചൊട്ടിച്ച് മൂഞ്ചി തിരിഞ്ഞ് ഇനി ചിലപ്പോൾ ഫുഡിലോട്ടായിരിക്കും അടുത്ത ഫുഡ് ബ്ലോഗിൻ്റെ ഒരു തുടക്കമായിരിക്കും. കാണിച്ചട്ടെ. ഓ ആയിക്കോട്ടെ. അപ്പൊ പിന്നെ ഡൈനിങ് ടേബിളിൽ ഇരുന്ന് കഴിക്കാന്ന് പറഞ്ഞു ചെന്നപ്പോ ഇങ്ങനെ ഒരു കപ്പ് എനിക്ക് വേണം കേട്ടോ. കാരണം എനിക്ക് ഇടയ്ക്കിടയ്ക്ക് വെള്ളം പോയി എടുക്കാൻ വയ്യാത്തോണ്ട് ഈ വലിയ കപ്പിന്റെ അകത്തൊക്കെ വെക്കാലോ എന്ന് വിചാരിച്ചു. മീൻകറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, നല്ല പച്ച പാരയായിരുന്നു കേട്ടോ, ചൂണ്ടയിട്ട് പിടിച്ചത്. അങ്ങനെ ഞാൻ അതും കൂടെ ഒഴിച്ചിട്ട് ഇതാണ്ട് ഇങ്ങനെ എമ്മിയായിരുന്നു കേട്ടോ. ഇരുന്ന് ഇങ്ങനെ മൃഷ്ടാനം ഞാൻ കഴിച്ചു. ഇത് മറ്റേ അതിന്നെ ട്രാക്ക് അതിന്നെ ഒന്നീ സാറെ പിടിക്കണ് അല്ലെങ്കിൽ മൃഗങ്ങളെ പിടിക്കണം, ഇതേതൊന്നാണ്. വെറുപ്പിച്ച് പണ്ടാരടക്കി ഞാനും തന്നെ. എൻ്റെ എന്തൊന്നും ഉണ്ടായിരുന്നു പിന്നെ ഞാൻ എവിടെ വച്ച് കിട്ടി. എൻ്റെ അമ്മ ചോക്ലേറ്റ് ഞാനും തിന്നു. കറുമതാണ്. വെറുപ്പിച്ച് പണ്ടാറാക്കും. ഞാനും കല്യാണം പോലെ. ഓ അപ്പം ഇങ്ങനെയാണ് നമ്മുടെ കല്യാണിയുടെ വീഡിയോ. ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സാണ് ഇനി അടുത്തുള്ള ഹൈലൈറ്റ്. ഓവറാക്കല്ലേ എന്ന് പറഞ്ഞ ആരോ കമൻറ്റ് ചെയ്തിട്ടുണ്ട്. അതിന് കല്യാണി ഒരു റിപ്ലൈ കൊടുത്തിട്ടുണ്ട്, നോക്കാം. യു എഗെയിൻ. ഓക്കെ, ഓവറാക്കല്ല് എന്നാൽ താൻ കാണണ്ട. ഓ, കല്യാണി ഫാൻസ് കൂടെ ഉണ്ട് കേട്ടോ. അഹങ്കരിക്കാതെ ആയിരുന്നു, ഓവറാക്കി വെറുപ്പിച്ചു, ഒത്തിരി ഇഷ്ടം നിന്ന് ഒട്ടും ഇഷ്ടമല്ലാതെയായി, കോലം കെട്ടു. ഈ തള്ളയ്ക്ക് വേറെ പണിയില്ലേ, ഇത്തിരി ചോറും മീനും കഴിക്കാൻ ഒരു ലോഡ് എക്സ്പ്രഷൻ. സത്യം, ഒരു ചോറും മീനും കഴിക്കാൻ ഒരു ലോഡ് എക്സ്പ്രഷൻ ഉണ്ട്. ഇതൊക്കെ എന്തിന്, ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലേ. സ്ലിം ബ്യൂട്ടി ആവാൻ നോക്കിയതാ, ഇപ്പോൾ സ്ലിം മാത്രമേ ആയുള്ളൂ, ബ്യൂട്ടിയൊക്കെ പോയി. ബോഡി ഷേമിങ്, ദിസ് നോട്ട് ഫെയർ. അതൊക്കെ ഓരോരുത്തരുടെ ഫിസിക്കൽ ഇതാണ്. പിന്നെ കയ്യിലിരിപ്പ് കാരണമാണ് ഏറിപ്പോയത്. ഗ്ലൂട്ടോത്തിൻ ഇല്ലാത്തതുകൊണ്ട് ഇപ്പോൾ റിയൽ കോലം പുറത്ത് വന്ന് കറുത്തുപോയി. കറക്കുന്നതൊന്നും കുഴപ്പമില്ല, കറുത്തുന്ന ഇപ്പോൾ കുഴപ്പമുണ്ട്, കറക്കുന്നവരൊക്കെ കറക്കട്ടെ. എന്നിട്ട് നമ്മൾ ഈ നിറം, ബോഡി, ലുക്ക്, വണ്ണം, ഉണക്ക ഇതൊന്നും നോക്കി നമ്മൾ ഒരാളെയും ജഡ്ജ് ചെയ്യാൻ നിൽക്കരുത്. കയ്യിലിരിപ്പ് വെച്ച് ജഡ്ജ് ചെയ്യണം. കല്യാണിയുടെ കയ്യിലിരിപ്പ് വെച്ചാണ് നാട്ടുകാർ ജഡ്ജ് ചെയ്ത് ഒരു കോലത്തിലായത്. പിന്നെ ഇപ്പോൾ സ്ലിം ബ്യൂട്ടി അതൊന്നും താൽക്കാലികം മാത്രം, ഒന്നും അത് കാര്യമില്ല. ഇപ്പം ബാസന്തി ആയിട്ടുണ്ട്, ഓവറാണ് ഇവർ കാണിക്കുന്നത്. മൈക്കിനെ സൗണ്ട് കേൾക്കുമ്പോൾ ഇവരോട് ദേഷ്യം വരിക, അത് സത്യം കേട്ടോ. എനിക്കൊരുമാതിരി ചൊറിഞ്ഞു വന്ന് ഈ ആഹാരത്തോടും ആർത്തിയാണല്ലേ, ബാസന്തി ആയല്ലോ, ഇത് ആണല്ലേ അപ്പോൾ റിയൽ ആയിട്ടുള്ള ഫേസ്. ഇത്രയും നാൾ പൊട്ടിയടിച്ച് വന്നിട്ട് ഭംഗിയൊക്കെ പോയി, ഓവറാക്കി ഇച്ചിരി കൂടുതലാണ്. അതിനെ സപ്പോർട്ട് ചെയ്യാൻ കുറച്ച് ആളുകൾ, കുറച്ച് ഓവറാണ്, ഇത്തിരി ഓവറാണ്, ആൾക്കാരെ പറ്റിപ്പിച്ച് ബോർഡെ വരുമ്പോഴേക്കും മാറ്റിക്കളയും. പറയാൻ തോന്നുന്നു, എന്തൊരു ഭംഗിയായിരുന്നു, ഇപ്പം കിളവിയായി. അങ്ങനെയൊക്കെ ആയാ ദൈവമേ, ഞാൻ കണ്ടില്ല, കാണാൻ അറു ബോറായി. ഇതൊക്കെ ആരെ കാണിക്കാനാ? ഒരു നേരത്തെ ആഹാരമില്ലാതെ എത്രയോ പേർ കഴിക്കുന്നു. ഇതൊക്കെ കുറച്ച് ഓവറാണ്, ഗ്ലാമറൊക്കെ പോയല്ലോ. ചേച്ചി ഇന്ന് പ്രമോഷനൊന്നും ഇല്ലേ? ഓവർ സംഭവം. ഇപ്പം കുറച്ച് എയറിലൊക്കെ പോയി നാറി നത്തം കൊട്ടി പുറത്തിറങ്ങി കിടക്കാൻ പറ്റാത്ത അവസ്ഥയായി. മാനസികമായിട്ട് നല്ല വിഷമം വരും. അപ്പോൾ നമ്മുടെ ഹെൽത്ത് നോക്കാണ്ടാവും. അങ്ങനെ ഇങ്ങനെയൊക്കെ കുറേ ഇതിലോട്ട് ഡൗണൊക്കെ ആവും. ഓഫ് കോഴ്സ്, സ്വാഭാവികം. അതിനുശേഷം ഒരു കാര്യം മനസ്സിലാക്കണം, ഈ കല്യാണി ആയാലും ആരായാലും നമ്മൾ നാട്ടുകാരെ പറ്റിച്ച് അധിക കാലമൊന്നും ജീവിക്കാൻ പറ്റത്തില്ല. പിന്നെ ചിലപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു പോയിന്റ് കഴിയുമ്പോൾ കുറേ കാശുണ്ടാകും, പക്ഷെ മനസ്സമാധാനം, സന്തോഷം, സമാധാനം ഇല്ലെങ്കിൽ ആ കാശ് കൊണ്ട് ചിലപ്പോൾ അർത്ഥമില്ലാതായിപ്പോൾ. അതുകൊണ്ട് മണ്ടത്തരങ്ങൾ കാണിക്കാതിരിക്കുക. കല്യാണി കാണിച്ച മണ്ടത്തരങ്ങൾ കാരണം, അമിത ബുദ്ധി കാരണമാണ് ഇന്ന് എയറിലോട്ട് പോയതും ഇപ്പം നാട്ടുകാർ വെറും പുച്ഛവും പട്ടിപ്പരിഹാസവും ആക്കി മാറ്റിയത്. ഓക്കെ, സത്യം പറഞ്ഞാൽ ഈ വീഡിയോ വെറുപ്പിലായിരുന്നു കേട്ടോ. ഉള്ള കാര്യം പറയാം, എന്തുവായത് സാറേ കോപ്പി അടിക്കുന്നു. ബ്യൂട്ടി വ്ളോഗർ എന്തൊക്കെയാ തേച്ച് ഇപ്പോൾ തേപ്പ് കിട്ടി, നല്ല പ്രായം തോന്നിക്കുന്നു. സാധാ ഒരു നാട്ടു ഭംഗിയുള്ള ആളായിരുന്നു, മുടി വെട്ടി മുഖത്തിൽ എന്നൊക്കെ തേച്ച്
അങ്ങനെ കുറേ പേര് ഭംഗിയുടെ കാര്യം പറയുന്നുണ്ട്. എനിക്ക് അതിലൊന്നും യോജിപ്പില്ല. അഹാന ചേച്ചിയും ഒരുപോലെയാണല്ലോ ഫുഡ് കഴിക്കുന്നത്. അഹാനയും ചേച്ചി ഞാൻ പറഞ്ഞില്ലായിരുന്നു ആ സാധനം. ഓക്കെ, അഹാനയും ഇവളും ഒരുപോലെയാണ് ഫുഡ് കഴിക്കുന്നത്. എനിക്കും അത് വെറുപ്പില്ലായിരുന്നു. ഓക്കെ, തിളക്കം കുറവാണല്ലോ എന്നല്ല, ഇസ്മി സാറെ കോപ്പി ചെയ്യുന്ന പോലെ. ഇസ്മി സാറ് മറ്റേ സാറേ, അതും ഞാൻ പറഞ്ഞല്ലോടെ. സത്യടേ, ഇത് ഞാൻ ലൈവായിട്ട് റെക്കോർഡ് ചെയ്യുന്നതാണ് കേട്ടോ കമൻസ്. ഞാൻ നേരത്തെ കണ്ടില്ലായിരുന്നു. കടയിൽ നിന്നും വാങ്ങിയ അച്ചാർ തന്നെയല്ലേ? അച്ചാറിൻ്റെ ഡെപ്പി കണ്ട് ചോദിച്ചത്. ഓക്കെ, പാവം. എന്ത് പിതങ്ങത വളർന്നാത്ത ചതങ്ങത മൊത്തം ഇരട്ടാണ്, അതിനകത്ത് ഇറപ്പാണ്. ഇതിന് ശേഷമുള്ള വീഡിയോ ഒക്കെ ഇതിപ്പം ഫുള്ള് ഫുഡിലോട്ട് ഇറങ്ങി കേട്ടോ. ഇതോളൂ എവിടെ ഓർന്ന് ഓടിയോ? ചെറുക്കാൻ കൊള്ളാം കേട്ടോ, ചെറുക്കാൻ പൊടി. എന്താ ആക്രാന്തം കല്യാണി. ഈ ഗെയിമോളാണ് കേട്ടോ വണ്ണം കുറയാ. ഇപ്പൊ അവൻ സൂപ്പർ, അവൻ ഗമ്മെന്നെല്ലാം അടിച്ചു കൊടുക്കുന്നു. കൊള്ളാം. ഈ ഫാമിലി ആയിട്ടുള്ള എന്റർടൈൻമെന്റ്. കല്യാണം കഴിച്ച് ഉറപ്പിക്കാതിരുന്നത്. ഇപ്പം എല്ലാം ഫുഡിലോട്ട് പോയല്ലോ. ദാറ്റ്സ് എനിക്ക് കിട്ടിയെന്നെങ്കിൽ വേറെ മേടിച്ച് തരാനേ. ദാറ്റ് എടുത്ത് വലിയ വാക്കാട. എനിക്ക് കിട്ടിയെന്നെങ്കിൽ ഇത്തിരി വേണം. അന്നും ഇത് കണ്ടപ്പോൾ കുറേ ചിരിച്ചു, ഇന്നും അതുപോലെ. സൂപ്പർ കോംബോ. ഓക്കെ, ഇതെന്തുവാ? അപ്പുക്കുട്ടന്റെ മുടി കണ്ണിലോട്ട് വളർന്നിറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അവന്റെ മുടി വെട്ടാൻ വേണ്ടി പോവാണ്. ഞാനാണെങ്കിൽ കയ്യിൽ ബോട്ടിൽ കൊണ്ടാട്ടോ എല്ലായിടത്തും നടക്കുന്നത്. കാരണം വെള്ളം നന്നായിട്ട് കുടിച്ചെങ്കിലേ നമ്മുടെ ബോഡി നന്നായിട്ട് വെള്ളമൊക്കെ കുടിക്കണം. ഒരുപാട് അല്ലെങ്കിലും കാട്ടിക്കൂട്ടിയല്ലേ. അപ്പോൾ വെള്ളം കുടിക്കുന്നതിൽ ഒരു തെറ്റില്ല, കുറച്ച് കുടിക്കണം. മുടി വെട്ടിയെന്ന് തോന്നുന്നില്ല. അപ്പുമോൻ്റെ മുടി കാണാൻ നല്ല ഭംഗിയുണ്ട്. ഓക്കെ, മറ്റേ വീഡിയോയിൽ നല്ല വെറുപ്പിൽ നാട്ടുകാർക്ക് ഫീൽ ചെയ്ത് അവർ നാട്ടുകാരെടുത്തിട്ട് അറഞ്ചാ പുറഞ്ചാ അടിച്ചു. ഇനി ഞാൻ സാറെ കാണിച്ചു തരാം കേട്ടോ. സാറ, ഇതാണ് ഞാൻ നേരത്തെ ഉദ്ദേശിച്ച സാറ. സാറയുടെ അക്കൗണ്ടിലോട്ടാണ് പോകുന്നത്. സാറ ടാക്സ്. ഇതിൽ സാറ ഫുഡിൻ്റെ ആളാണ്. ഞാനൊരു വീഡിയോ കൊടുക്കാം. പനി പിടിക്കുന്ന ദിവസങ്ങളിൽ എനിക്ക് കാര്യമായിട്ടൊന്നും കഴിക്കാൻ പറ്റത്തില്ല. അപ്പൊ ഞാൻ ഇന്ന് ഉച്ചയ്ക്കാണ് എഴുന്നേറ്റ്. ഉച്ചയ്ക്ക് ഞാൻ നൂഡിൽസ് കഴിച്ചിട്ട് നേരെ പനിയായതുകൊണ്ട് ആശുപത്രിയിൽ പോയി. ചെന്നപ്പം തന്നെ കഷത്തിനകത്ത് മയക്കകത്ത് കമ്പ് വെച്ച് സ്ഥിരീകരിച്ച് എനിക്ക് പനിയാണെന്ന്. പനിയായതുകൊണ്ട് ചെറിയ തളർച്ച ക്ഷീണവും കാണും. അതുകൊണ്ട് കഞ്ഞിയൊക്കെ കുടിച്ച് റെഡിയാവാൻ പറഞ്ഞു. പനിയായ എല്ലാവരെയും പോലെ തന്നെ എനിക്ക് അധികം കഴിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ ചെറുതായിട്ടൊരു സൂപ്പ് കുടിച്ച് സ്റ്റാർട്ട് ചെയ്തു. എന്റെ എന്തോ കാരണവന്മാരുടെ കൃപ കൊണ്ട് പനി വന്നിട്ട് എന്തായാലും ടേസ്റ്റ് പോയില്ല. അതുകൊണ്ട് അവന്റെ സൂപ്പ് എടുത്ത് ട്രൈ ചെയ്ത് എന്റെ പൊന്നെ തലച്ചോറ് തൊട്ട് കാലിന്റെ അടി വരെ തരിച്ചു പോയി. സാൾട്ട് ആൻഡ് പെപ്പർ ആയിരുന്നു. തരിപ്പോറ, ഫ്രൈഡ് റൈസ്, ചില്ലി ചിക്കൻ, പൊറോട്ട, ചിക്കൻ ഫ്രൈ, ബീഫ് റോസ്റ്റ് ഇതെല്ലാം വന്നു. അപ്പൊ പിന്നെ എന്റെ കോൺസെൻട്രേഷൻ മൊത്തം അതിന്റെ അകത്തായി. ഡോക്ടർ അതിന്റെ സൈഡിൽ നിന്ന് ഒരുത്തൻ പൊറോട്ട അടിക്കുന്നു. ഇവൻ ഈ വട്ടം ഓണപരീക്ഷ പാസ്സായില്ലെങ്കിൽ ഇവനെ നേരെ പൊറോട്ട അടിക്കാൻ വിടുക. കഴിക്കുന്നതിന്റെ ഇടയിൽ എന്റെ കണ്ണ് മേലോട്ടും താഴോട്ടും ഇടത്തോട്ടും വലത്തോട്ടും ഒക്കെ ആയിരുന്നു. കാരണം ഇനി ബാലൻസ് ആർക്കെങ്കിലും കിട്ടിയ എനിക്ക് പനി ആയതുകൊണ്ട് ഞാൻ കഴിക്കത്തില്ല എന്ന് വിചാരിച്ച് തരാതിരിക്കില്ലെന്ന് പറയാൻ വേണ്ടിയിട്ടായിരുന്നു. കഴിക്കുന്നതിന്റെ ഇടയിൽ എനിക്ക് ചെറിയ ക്ഷീണം പോലെ തോന്നി. അതുകൊണ്ട് വെയിറ്റർ വന്നപ്പോൾ ഞാൻ വെയിറ്ററിന്റെ അണ്ണാക്കിലോട്ട് തന്നെ നോക്കിക്കൊണ്ടിരിക്കുവായിരുന്നു, അവിടെ നിന്ന് എന്തെങ്കിലും കിട്ടുമെന്ന് അറിയാനായിട്ട്. എന്നെ പോലെ പനിയായ കാര്യമായിട്ട് കഴിക്കാൻ പറ്റാത്ത ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഇതിന്റെ കമന്റ് ബോക്സിൽ ഇടണം. അതിനുശേഷം ബീഫ് റോസ്റ്റ് എടുത്തു. ബീഫ് റോസ്റ്റ് ആണ് പറഞ്ഞത്, പക്ഷെ തേങ്ങാ റോസ്റ്റ് ആണ് കിട്ടിയത്. അതുകൊണ്ട് ഇനി തേങ്ങയ്ക്ക് വില കുറവായിട്ടാണ് ബീഫിന്റെ വില കൂടിയിട്ടാണോ ആർക്കറിയാം. അത് ചിന്തിച്ചുകൊണ്ടിരുന്ന അകത്തോട്ടൊന്നും പോകത്തില്ല എന്ന് വിചാരിച്ച് കഴിച്ചുകൊണ്ടിരുന്നപ്പോ ഇവൻ ഇങ്ങനെ ഒരു നോട്ടം. ബീഫ് റോസ്റ്റ് പറഞ്ഞിട്ട് തേങ്ങാ റോസ്റ്റ് കിട്ടിയോണ്ട് ഈ തള്ളിനി എന്നെ പിടിച്ച് തിന്നോ എന്നുള്ള പേടിയായിരുന്നു അവന്റെ മുഖത്ത് മുഴുവൻ. ശേഷം ബാലൻസ് വന്ന് ഫ്രൈഡ് റൈസ്. പനിയായിട്ട് ഇത്രയും ഒതുക്കിയതാ സാറാ? സത്യം അമ്മച്ചിയാണ്. ഇത് പത്രത്തിലേക്ക് തട്ടിയപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞ ലൈം സോഡ വന്നിട്ടുണ്ടായിരുന്നു. സാധാരണ ഞാൻ ബീഫിനെ പറ്റി പരാതി പറയാറില്ല, പക്ഷേ ഈ ബീഫ് പിണ്ണാക്കിന് പകരം റബ്ബർകായാണോ വിഴിഞ്ഞെന്ന് എനിക്ക് ഡൗട്ട് ഉണ്ട്. കണ്ടോ എത്ര കടിച്ചിട്ടും വരുന്നില്ല, ഇതുപോലെ നിൽക്കുമായിരുന്നു. അതിന്റെ ഇടയ്ക്ക് ഇവൻ എന്തെങ്കിലും നോക്കുന്നതെന്ന് പറഞ്ഞാൽ ഇവന് പറഞ്ഞ ജ്യൂസ് ഞാൻ കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ അവൻ അങ്ങനെ നോക്കത്തില്ല. എന്തായാലും അവന് വിഷമായെന്ന് എനിക്ക് മനസ്സിലായി. എന്നാൽ പിന്നെ ഒറ്റ വലിക്ക് ഒറ്റയടിക്ക് എല്ലാം കുടിക്കാൻ പറ്റുമോ സക്കീർബായി എന്ന് ചോദിക്കാൻ നിൽക്കുമ്പോഴത്തേക്ക് താണ്ട അവൻ ഇറങ്ങി അപ്പുറത്ത്. അങ്ങനെ അവിടുത്തെ ആഹാരം കഴിഞ്ഞ് നേരെ വീട്ടിൽ പോയി ഒരു ഉറക്കം പാസ്സാക്കി കുളിച്ചെണ്ണീറ്റ് ലുലുലു പോയി. പനി ആയതുകൊണ്ട് ഞാൻ ഒരു കോൺ ഐസ്ക്രീം മാത്രമേ കഴിച്ചുള്ളൂ, പിന്നെ ചാച്ചന്റെ ഒരു ഇച്ചിരിയും. വൈകിട്ടൊക്കെ ആയപ്പോഴത്തേക്ക് എന്തോ കാരണന്മാരെന്നെ ശപിച്ചാന്ന് തോന്നുന്നു. വായിക്കത്തെ രുചി പോയതുകൊണ്ട് ഞാൻ നേരെ കലൂര് പോയൊരു ലോഡഡ് ഫ്രൈസ് വാങ്ങിച്ചു കഴിച്ചു. പനി ആയതുകൊണ്ട് വളരെ മിതമായിട്ട് മാത്രമേ കഴിച്ചിട്ടുള്ളൂ. പിന്നെ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു വൈകിട്ട് റസ്റ്റും കാപ്പിയും കഴിക്കണമെന്നോ. അതും കൂടെ കഴിച്ചിട്ട് ഞാൻ പോയി കിടന്ന് ഉറങ്ങും, കാരണം തീരെ വയ്യ. എനിക്ക് മാത്രമേ വയ്യായികയുള്ളൂ. ചാച്ചനൊന്നും ഒരു കുഴപ്പമില്ല. അതുകൊണ്ട് ഞാനും ചാച്ചനും കൂടെ മത്സരിച്ചിട്ട് ചെയ്ത് തീർത്തിട്ട് നേരെ വീട്ടിൽ പോയി. ബൈ. പനി പിടിക്കുന്ന ദിവസം പനി ആയതുകൊണ്ടാണ് സാറ് ഇത്രയെല്ലാം നിർത്തിയതട്ടെ. ഇതിന്റെ കമന്റ് ബോക്സ് നമുക്കൊന്ന് നോക്കാം.
പനി ആർക്ക്? ഞങ്ങൾക്കൊക്കെ പനി വന്നാൽ വെള്ളം പോലും കുടിക്കാൻ തോന്നില്ല. ഇതൊക്കെ എന്താ അല്ലേ പനി? അപമാനിച്ച് കഴിഞ്ഞെങ്കിൽ ഞാൻ പോകുന്നു. പനി ആയാൽ കഞ്ഞി പോലും കുടിക്കാൻ പറ്റാത്ത ഞാൻ, റസ്ക്കും കാപ്പിയും കഴിക്കാൻ പറഞ്ഞ ഡോക്ടർ ഇത് കാണുമ്പോഴുള്ള അവസ്ഥ. പനി, ഞാൻ ആളാകെ മാറിപ്പോയി. പനി പേടിച്ചിറങ്ങി ഓടിക്കാണും. വല്ലാത്ത ജാതി പനി തന്നെ. പനി ഇനി ഞാൻ ഈ വഴിക്കില്ല, എന്നെ പിടിച്ച് തിന്നും. ഇത് മെഷീൻ വച്ചിട്ടാണ് ചേച്ചി പനി എന്ന് സ്ഥിരീകരിച്ച്. ഏത് മെഷീൻ വെച്ചിട്ടാണ്? ഓക്കെ ലേ പനി, എടാ ഇവളെന്നെ റീച്ച് ആക്കിയടാ. ഇടയ്ക്കിടെ പനി എന്ന് പറയുന്നത് കൊണ്ട് അത് ഓർമ്മ വന്നു. പനി വന്നാൽ കഞ്ഞി മാത്രം കുടിക്കുന്നല്ലേ ഞാൻ. അപ്പോൾ പനി വന്നിട്ടും സാറ ഇത്രയും ഫുഡ് കഴിക്കുന്നുണ്ട്. അപ്പോൾ സാറയുടെ മെയിൻ ഇതാണ് ഫുഡ്. ഇങ്ങനെയാണ് സാറ തന്നെ റീച്ച് ആയത്. കാരണം ആദ്യമായിട്ട് റീച്ച് ആവുന്ന എനിക്ക് തോന്നുന്നു. റീച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ ആൾക്കാരിലേക്ക്, ഓഡിയൻസിലേക്ക് എത്തുന്നത് ഈ ഇവളുടെ ഹസ്ബൻഡില്ലേ, യവൻ ആശുപത്രി കിടക്കുന്ന സമയത്ത് ഇവൾ ഫുഡ് മൊത്തം തിന്നുന്ന ഒരു സംഭവമുണ്ട്. അതായത് അവിടെ വ്ളോഗ് എടുക്കുന്ന സമയത്ത് അവനുള്ള ഫുഡും കൂടി ഇവൾ തിന്നും കൊണ്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇവൾ റീച്ച് ആവുന്നത്. ആ ഒരു വിഷയം അന്ന് കോൺട്രവേഴ്സി ആയി. അതിനുശേഷമാണ് സാറ റീച്ച് ആവുന്നത്. ഓക്കെ, എന്തായാലും നല്ലപോലെ റീച്ചായി. അപ്പോൾ ഇവളെ കോപ്പി അടിച്ചതുപോലെയും അഹാനെ കോപ്പി അടിച്ചതുപോലെയും എനിക്ക് കല്യാണെ കണ്ടപ്പോൾ തോന്നി. മേ ബി മനസ്സിലങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാവില്ല, പക്ഷെ കണ്ട സമയത്ത് എനിക്ക് അങ്ങനെ തോന്നിയതുപോലെ പറയണമല്ലോ. അതാണല്ലോ നമ്മുടെ ഇരിപ്പ്. കല്യാണി കഴിച്ചപ്പോൾ നാട്ടുകാർ മൊത്തം പഞ്ഞിക്കിട്ട് എന്നത് മറ്റൊരു വാസ്തവമായിട്ടുള്ളൊരു കാര്യമാണ്. സാറേ കോപ്പി അടിച്ച് കല്യാണി ഏറിപ്പോയി. എന്തായാലും കൊള്ളാം. അന്തരാഴ്ച കുന്തറാഴ്ച കല്യാണി കുറച്ചൊക്കെ ഇനി ഒന്നും ഒതുങ്ങ്, അല്ലേ വേറെ വഴിയില്ല. നാട്ടുകാർ വലിച്ചൂരി ഒട്ടിച്ചു വിട്ട് പിന്നെ മുഖമൊക്കെ കാണുന്ന സമയത്ത് മെൻ്റലി ഡൗൺ ആണെന്ന് മനസ്സിലാക്കുന്നുണ്ട്. ഇനിയെങ്കിലും നാട്ടുകാരെ പറ്റിക്കാതെ ജീവിക്കാൻ നോക്ക് കേട്ടോ. അപ്പോൾ ശരി, പുതിയൊരു വീഡിയോ ആയിട്ടാണ്. ബൈ.